ഫ്രണ്ട്സിനെ കാണിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ടൂർ വന്ന ഒരുപാട് പേര് എന്നോട് അതിൻ്റെ കോപ്പി ചോദിച്ചു. ഞാനൊരു 100 കോപ്പിയോളം അടുത്ത് സ്കൂളിൽ വിറ്റു. 50 രൂപയ്ക്ക് വിറ്റ് CD കോപ്പി എടുത്ത് വിറ്റ്. 19ാമത്തെ എൻ്റെ വയസ്സിലാണ് ഞാനൊരു സിനിമ എഡിറ്റ് ചെയ്യുന്നത്. സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു, അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് റീഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു അത് ആളൊരു സ്റ്റണ്ട് അതൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യാൻ പറഞ്ഞു നോക്കിയിട്ട് ആള് പുറത്തു പോയി. കോട്ടയത്ത് അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് വെച്ച്. അത് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചോലയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സനൽകുമാർ ശശിധരൻ ആ പോസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ചോല അധിക സ്ഥലങ്ങളിലും പിന്നീട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലൊക്കെ പിന്നെ വിലക്കപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ജോജു ജോർജ് റൈറ്റ് ദിലീപിന് വിറ്റു എന്നാണ്. നടൻ ദിലീപിന് വിറ്റു. അപ്പോൾ കയറ്റം ചെയ്തതിന് ശേഷമാണ് ദിലീപുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുന്നത്. മഞ്ജു വാര്യറെ വെച്ച് കയറ്റം ചെയ്തതിന് ശേഷമാണ് സനൽകുമാർ ശശിധരൻ്റെ സിനിമകളെല്ലാം ഒതുക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട്. അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ, സനലേട്ടൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഡിസ്കസ് ചെയ്താലും അങ്ങനെയല്ലല്ലോ. അത് ഇപ്പോൾ എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ല ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും. എക്സ്പീരിയൻസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നാൽ അതൊന്നുകൂടെ റീടേക്ക് എടുക്കാന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അത് ഡ്രോണിലേ നോക്കാതെ പെട്ടെന്ന് അത് ബാക്ക് വലിച്ചപ്പോൾ അത് തട്ടി താഴെ പോയി, ഡ്രോൺ ക്രാഷായി. ടോബിയൊക്കെ ഭയങ്കര സപ്പോർട്ടായി നിന്നു. ആള് ഭയങ്കര കൂളാണ്. ഷൂട്ടിന് സമയത്തൊക്കെ ഭയങ്കര എന്ത് റിസ്ക് എടുക്കും പുള്ളി, ഭയങ്കര കൂളാണ്. എന്ത് റിസ്ക് എടുക്കാൻ പുള്ളി നല്ല എഫേർട്ട് എടുക്കും, ക്യാരക്ടറിന് വേണ്ടി നല്ല എഫേർട്ട് എടുക്കുന്ന. ഒരു കാല് മറ്റേ വണ്ടിയിലും ഒരു കാല് ഇപ്പുറത്തെ ജീപ്പിലും കെട്ടിയിട്ട് വലിക്കുന്ന ഒരു സീനുണ്ട്. ശരിക്കും ഒറിജിനലായിട്ട് തന്നെ കെട്ടിയിട്ട് വലിച്ച്. ശരിക്കും ഈ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് പിടിച്ചു നിന്നത് ഈ സിനിമ ഇല്ലാത്ത സമയത്ത്? ഇപ്പം പറഞ്ഞു ജോലിക്ക് പോയിട്ടാന്ന് പറഞ്ഞു, എന്നാലും ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച സമയങ്ങൾ ഉണ്ടാവില്ലേ? ആരോടൊന്നും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും മാക്സിമം ആരോടും അങ്ങനെ ചോദിക്കാതെ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. സിനിമാക്കാർക്ക് ആരും അധികം കടം കൊടുക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, പിന്നെ എപ്പോഴാ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ജോലി ഇല്ലല്ലോ. അപ്പം ഒരു ഇതിലെത്താത്ത ഇപ്പം നമ്മൾ ടോവിനോ പൃഥ്വിരാജ് അങ്ങനെയല്ല പറയുന്നത്. കടം തരാൻ എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കൾ അവർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അതങ്ങനെ കുഴപ്പമൊന്നുമില്ല. അല്ല, എല്ലാവരും ഇങ്ങനെ പൈസ കടമൊക്കെ ആയിട്ട് ചോദിക്കുമായിരുന്നു. കടം അഥവാ തന്ന് തിരിച്ചു കൊടുക്കാതിരുന്ന ആ ബന്ധം തന്നെ അങ്ങ് പോവുമല്ലോ. അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടില്ല. എൻ്റെ ഏറ്റവും അടുത്ത കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്, അവർ ഹെൽപ്പ് ചെയ്യും. ആ സമയത്തൊക്കെ അവരാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പം പിന്നെ റോൾ ചെയ്യാനുള്ള വർക്ക് ഇങ്ങനെ ഈ അഡ്വർടൈസ്മെന്റ് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ല, കാര്യങ്ങൾ നടന്നു പോയായിരുന്നു. നമ്മൾ നല്ലൊരു എന്താ പറയുക കാലിബർ ഉള്ളത് കൊണ്ട് നമുക്ക് എവിടെയായാലും വർക്ക് ഉണ്ടല്ലേ. അത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പിടിച്ചു നിൽക്കാൻ പറ്റും. വീട്ടുകാരൊക്കെ കണ്ടായിരുന്നോ ചോല സിനിമയൊക്കെ? കണ്ടായിരുന്നു. എന്താ പറഞ്ഞാല് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, വൈഫ്, 2 കുട്ടികൾ, അനിയൻ്റെ വൈഫ്. അനിയൻ്റെ വൈഫ് ഇവിടെ ഇല്ല, പുറത്താണ്. അവര് കണ്ടായിരുന്നു, എന്താ അഭിപ്രായമൊക്കെ പറഞ്ഞ്? അവർക്ക് ഇഷ്ടം. അവർ കൊമേഴ്ഷ്യൽ മൂവി അല്ലല്ലോ, അതിൻ്റെ ഒരു പെട്ടെന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റൂലല്ലോ അത്. അപ്പൊ അവർക്കത് തോന്നിക്കാണുമല്ലോ. അഭിപ്രായം അവർക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ വർക്കിലൊക്കെ. പക്ഷേ അവരങ്ങനെ ഒരു ശരിക്കും എൻ്റെ ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സുഹൃത്ത് ആ ഒരു സിനിമയായിട്ട് ബന്ധമുള്ള യാതൊരു ഇതുമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഫാമിലിയിലാണേലും സുഹൃത്തുക്കളിലാണേലും സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരാൾക്ക് ആരാണ് ആദ്യമായിട്ട് സപ്പോർട്ട് തന്നത്? ഒന്നും അറിയില്ല സിനിമാ മേഖലയെ കുറിച്ച്. സിനിമാ മേഖലയിലേക്ക് വരുന്നത് ശരിക്കും ശരിക്കും വീട്ടിൽ ഭയങ്കര സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് സേഫ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഒരു +2 ഒക്കെ കഴിഞ്ഞ ആ ടൈമിൽ. അപ്പോൾ എങ്ങനെയാലും വീട്ടുകാരെ സഹായിക്കണം, എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം, അതിനകത്തുനിന്ന് സാമ്പത്തികം ഉണ്ടാക്കി വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യണം. കാരണം സാമ്പത്തികമായിട്ട് ഭയങ്കര മോശത്തിലായിരുന്നു. അങ്ങനെ ഒരു തോട്ട്സ് ഉള്ളായിരുന്നു. ചിലപ്പോൾ സിനിമയെന്നൊന്നും ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് അല്ല അന്നേരം ഈ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും +2 സമയത്ത് പക്ഷേ എനിക്ക് ക്യാമറയോട് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര. അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ മറ്റേ ഈ നമ്മുടെ അവിടെയുള്ളൊരു വെഡ്ഡിങ് ഒക്കെ ചെയ്യുന്ന ചേട്ടൻ്റെ കൂടെ നമ്മൾ ഈ ലൈറ്റ് അടിക്കാനൊക്കെ പോകുമായിരുന്നു.
ചെറിയ പൈസയും കിട്ടും. അന്നേരമൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പഠിക്കുന്ന ലൈറ്റ് പിടിക്കാൻ ആ പോകും. ലൈറ്റ് പിടിക്കാൻ പോയിരുന്നു. അവധിയുള്ള ദിവസങ്ങളൊക്കെ ലൈറ്റ് പിടിക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ തൊട്ട് ക്യാമറയും ഇതിനോട് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ സിനിമ അങ്ങനെയൊന്നും സ്വപ്നം കാണാനുള്ള ഇതില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അത് ക്യാമറ ചെയ്യണം അങ്ങനെയൊക്കെയാണ്. പക്ഷേ സിനിമ എന്നല്ല, അത് പഠിക്കാൻ അങ്ങനെ ക്രേസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ +2 പഠിച്ചപ്പോഴത്തേനും എൻ്റെ ചേച്ചി ആദ്യമായിട്ട് എനിക്കൊരു ഹാൻഡി ക്യാം മേടിച്ചെന്ന് അതിൽ കുറേ വീഡിയോ ഒക്കെ എടുത്ത് സ്കൂളിൽ ടൂർ പോയപ്പോൾ അത് അതില് കുഴപ്പനായിരുന്നു സ്കൂളിൽ. പക്ഷെ അതില് വലിയൊരു സ്റ്റാർ ആയിരുന്നു. അപ്പോൾ സാറന്മാർ നോക്കുമ്പോൾ ഞാൻ മറ്റേ ഇങ്ങനെ പെണ്ണുങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കാണ്ട് ക്യാമറ ആയിട്ട് അങ്ങനത്തെ തോട്ട്സ് ആയിരുന്നു അവർക്ക് കലിപ്പായിരുന്നു. പക്ഷേ ഞാനത് ടൂറൊക്കെ പോയിട്ട് വന്നിട്ട് ഞാനത് എഡിറ്റ് ചെയ്ത് ഫ്രണ്ട്സിനെ കാണിച്ച് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ടൂർ വന്ന് ഒരുപാട് പേര് എന്നോട് അതിൻ്റെ കോപ്പി ചോദിച്ചു. ഞാനൊരു 100 കോപ്പിയോളം അടുത്ത് സ്കൂളിൽ വിറ്റു. 50 രൂപയ്ക്ക് വിറ്റ് CD കോപ്പി എടുത്ത് വിറ്റ്. അത് സാർമാർ പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരുടെ തോട്ട്സ് മാറി. ഇവരാള് കൊള്ളാലോ. അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവിടുന്ന് സപ്പോർട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സാധനമൊക്കെ മാറി. വേറെ എന്തെങ്കിലും ജോലി സാമ്പത്തികം ഉണ്ടാക്കണം, അങ്ങനെ വീട്ടുകാർ ഇതിലേക്ക് വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം നമ്മുടെ നിഖിൽ നാഷണൽ അവാർഡ് കിട്ടി. നിഖിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാണ് ഞങ്ങൾ. അപ്പം അവരൊരു ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്യാനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ജിബ് ഉണ്ടാക്കാനായിട്ട് അച്ഛൻ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു ഒരു ജിബ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് എല്ലാം കൂടി കൂടിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തന്നെ ഒരു ജിബൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് എന്നോട് ക്രേസ് ഉള്ളത് ഞാൻ അവരോട് ചോദിച്ചു ഞാനും കൂടി വരട്ടെ, എൻ്റെ കൂടെ കൂട്ടാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ പോരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അന്നോട്ട് ഞങ്ങൾ കുറേ ഒരുമിച്ച് ഒരു ഗ്യാങ് പോലെ ഞാനും നിഖിലും അവൻ്റെ ചേട്ടൻ അങ്ങനെ കുറച്ച് പേര് കുറേ സുഹൃത്തുക്കൾ ഒരുമിച്ച് ഗ്യാങ് പോലെ കുറേ വർക്കുകൾ ചെയ്തായിരുന്നു. കുറേ ഷോർട്ട് ഫിലിംസ്, മ്യൂസിക്കൽ വീഡിയോ, അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് +2 കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് ഇപ്പം കൊച്ചിൻ മീഡിയ എന്ന് പറഞ്ഞ അവിടെ പഠിക്കാനായിട്ട് നിഖിൽ സിനിമാറ്റോഗ്രാഫി പഠിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ക്യാമറ ചെയ്യാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഞങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ 2 ക്യാമറമാൻ്റെ ആവശ്യമില്ലല്ലോ, സിനിമാറ്റോഗ്രാഫർ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റിങ് പഠിച്ചത്. അവിടെ എഡിറ്റിങ് കോഴ്സ് പഠിച്ച്. പക്ഷേ എഡിറ്റിങ് പഠിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് ഗുണം ചെയ്ത്. പിന്നെ ഞാൻ കുറേ കാലം എഡിറ്ററായിട്ട് സ്റ്റുഡിയോയിലും റെക്കോർഡിങ് സ്റ്റുഡിയോ അങ്ങനെ കുറേ സ്റ്റുഡിയോകളിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത്. അങ്ങനെ ആദ്യമായിട്ട് ഒരു 19ാമത്തെ എൻ്റെ വയസ്സിലാണ് ഞാനൊരു ഫിലിം സിനിമ എഡിറ്റ് ചെയ്യുന്നത്, കുന്താപുര എന്ന് പറഞ്ഞിട്ട്. അതും അങ്ങനെ ആളുകളിലേക്ക് എത്തിയിട്ടില്ല, ആ ടൈമിലായിരുന്നു. ഇപ്പോൾ ഈ കുറേ വർഷമായി, ഇപ്പോൾ എത്ര വർഷമായി, 10-15 വർഷം. അപ്പോൾ അതിൽ 19ാമത്തെ വയസ്സിൽ എഡിറ്റ് ചെയ്ത ഒരു സിനിമ. അതിൽ എന്നെ സ്പോട്ട് എഡിറ്റ് ആയിട്ട് വിളിച്ചാണ്. ഞാൻ പോയി എൻ്റെ വർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഡയറക്ടർ വിളിച്ചിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു, ജോയിഷർ എന്ന് പറഞ്ഞിട്ട് ആളുടെ വീട്. അപ്പോൾ ആളുടെ വീട്ടിൽ പോയിരുന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു സ്റ്റണ്ട് സീൻ ഉണ്ടായിരുന്നു. അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് റീഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു അത് ആളൊരു സ്റ്റണ്ട് അതൊന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്യാൻ പറഞ്ഞു നോക്കിയിട്ട് ആൾ പുറത്തു പോയി, കോട്ടയത്ത് അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് വെച്ച്. അത് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ സിനിമയിലെ കുറേ സീനുകൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങനെയാണ് സിനിമയിലേക്ക് ഒരു കണക്ഷനായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ സിനിമ കഴിഞ്ഞിട്ട് അതും ഈ പറഞ്ഞ പോലെ പുറത്തോട്ട് അങ്ങനെ വന്നില്ല പടം. അത് ആളുകളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഞാൻ ക്യാമറ മേടിച്ചു, വെഡ്ഡിങ് അതിൻ്റെ കൂടെ തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റ് പരിപാടികൾ അങ്ങനെ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇപ്പം ഫ്രെയിം ഹണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു സമയത്ത്, മറ്റേ ന്യൂ ജനറേഷൻ വെഡ്ഡിങ് ട്രെൻഡ് വന്ന സമയത്ത് അതെൻ്റെ സുഹൃത്താണ് മറ്റേ സുജിത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളുടെ കൂടെ കുറേ വെഡ്ഡിങ് പരിപാടിക്ക് പോയായിരുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്കിനാണ് ആളുടെ ഫ്രണ്ടാണ് അരുൺ സോള് ഈ ചോലയിലൊക്കെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തതാണ്. സനൽകുമാർ സാറിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആൾ ഇതുപോലെ സനലേട്ടൻ്റെ പുതിയ പടത്തിൽ പുതിയ DOP ഫ്രഷ് ആയിട്ടുള്ള ആളെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സുഹിതനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിനെ പറ്റിയ ആളെ നോക്കിയപ്പോൾ എന്നെ സജസ്റ്റ് ചെയ്താണ്. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് അയച്ചു കൊടുത്തു, ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ ചെന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആയി. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഒരു എഡിറ്റർ എങ്ങനെയാണ്? ഒരുപാട് വിഷ്വൽസ് ഉണ്ടാവുമല്ലോ, നമ്മൾ അത്രയും ഷൂട്ട് ചെയ്യും. ഒരു എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോൾ ഒരു സിനിമയായിട്ട് നമ്മൾ കാണുന്നത് ആ എഡിറ്ററിൻ്റെ കണ്ണിലൂടെയാണ് നമ്മൾ കാണുന്നത്. എത്രത്തോളം പാടാണ് എഡിറ്റിങ് ചെയ്യാനായിട്ട്? എന്നാലും ഒരുപാട് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, ഏതാണ് നല്ലത് അങ്ങനെയുള്ള ഒരു ഇത്? ഒന്ന് ഡയറക്ടർ ഉണ്ടല്ലോ, പിന്നെ ഓക്കെ ഷോട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും.
പിന്നെ അതിൽ ആദ്യം ഡയറക്ടർ ഒരു ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലാണ് ഞാൻ ചെയ്യാറ്. എങ്ങനെയാണ് ഈ വെട്ടിക്കൂട്ടുന്നത് എന്നാലും? അല്ല അത് അങ്ങനെ നമ്മൾ അതിലേക്ക് വന്ന് പഠിച്ച് അതിലേക്ക് തന്നെ ആയി കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ പ്രശ്നമൊന്നും കുഴപ്പമില്ല. അത് നമുക്ക് നമ്മൾ അല്ല അധികം ഇഷ്ടപ്പെട്ട് എഡിറ്റർമാർ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും ഒരുപാട് എഡിറ്റർ ആവുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു ഫിലിം എഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു എഡിറ്റിംഗ് അത്രയും എഡിറ്റിംഗ് പുലിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു എഡിറ്റർക്ക് ഒരു ഫിലിം എഡിറ്റിങ്ങിലേക്ക് വരാൻ പറ്റുന്നത്? സാധാരണ ഒരു എഡിറ്റർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അല്ലെ പുതിയതായിട്ട് ആൾ അതെ ഇപ്പോൾ കുറേ കൂടി ഈസിയാണ്. ഇപ്പം ശരിക്കും ആരെങ്കിലുമൊക്കെ അസിസ്റ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. എഡിറ്റർമാരുടെ വേക്കൻസി വെച്ചിട്ട് അസിസ്റ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഈ പറഞ്ഞ തന്നെ കോൺടാക്ട്സ് ആണല്ലോ മെയിൻ. അപ്പം കുറേ അസിസ്റ്റ് ചെയ്ത് വരുവാണെങ്കിൽ കോൺടാക്ട്സ് ബിൽഡ് ചെയ്യാം. ഇപ്പം ശരിക്കും പഠിക്കാനായിട്ട് അതിൻ്റെ ആവശ്യമില്ല ഇന്നത്തെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അങ്ങനെ എക്സ്പീരിയൻസ് ആണ് ശരിക്കും എഡിറ്റർമാർക്ക് ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ അത് സോൾവ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ആണ് ഒരു നല്ല എഡിറ്ററുടെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഭയങ്കര എഡിറ്റിംഗ് സ്കില്ലല്ല, എഡിറ്റിംഗ് സ്കില്ലല്ല വേണ്ട. അതാ അതിൻ്റെ സബ്ജക്റ്റിൻ്റെ മൂഡിനനുസരിച്ച് അല്ലെങ്കിൽ അതിനേത് ടൈം അതിൻ്റെ റിതം അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ് വേണ്ട എഡിറ്റർക്ക് വേണ്ടത്. അല്ലാതെ മറ്റേ എഡിറ്ററുടെ എക്സ്ട്രീം സ്കില്ല് കാണിക്കുക എന്നുള്ളതല്ല. നല്ലൊരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ അത് ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അതിൽ എഡിറ്റ് ചെയ്തായിട്ട് ഫീൽ ചെയ്യല്ലേ. അത് എഡിറ്ററേയും ഫീൽ ചെയ്യല്, സിനിമാറ്റോഗ്രാഫറേയും ഫീൽ ചെയ്യല്. കഥയ്ക്കകത്തൊന്ന് മാറിയിട്ട് ഇത് രണ്ടും ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അവരുടെ ഭാഗം നല്ലതല്ല എന്നാണ്. ഇപ്പോൾ എഡിറ്റിങ്ങും സിനിമാറ്റോഗ്രഫിയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, സംവിധായകനുമായിട്ട് എപ്പോഴെങ്കിലും സംവിധായകന് അതായിരിക്കും ചിലപ്പോൾ ഇഷ്ടം. അങ്ങനെ ഒരു ക്ലാഷ് വന്നിട്ടുണ്ടോ എഡിറ്ററും സംവിധായകനും അല്ലെ സിനിമാറ്റോഗ്രാഫറും സംവിധായകനും തമ്മിൽ? വലിയ ക്ലാഷ് വന്നിട്ടില്ല. ഒന്ന് വരാറുണ്ട്, പക്ഷെ അത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും അതിൻ്റെ എന്താണ് അത് ക്ലിയറായി പോകും. ചിലപ്പം ഈഗോ ഉണ്ടാവും അധിക സ്ഥലങ്ങളിലും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫീൽ ചെയ്ത വർക്കുകളുണ്ട്, അത് പറയുന്നില്ല. അല്ല എന്നാലും നമ്മൾ ബെസ്റ്റ് ആണെന്ന് പറയുന്നത് ഈഗോ കാരണോ അവർ അല്ല ഇതാണ് നല്ലതെന്ന് പറയുമ്പോഴേ അങ്ങനെ പറഞ്ഞാൽ പോകണ്ട. അത് അഡ്വർടൈസ്മെൻറ്റ് അത് ഓരോരുത്തരുടെ ക്യാരക്ടർ പോലെയൊക്കെ. ഇപ്പം ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ പേഴ്സണൽ ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഈഗോ സാധനങ്ങൾ. അത് നമുക്ക് എന്നാലും ഉണ്ടാവാറുണ്ടല്ലേ? സിനിമയിൽ നിന്ന് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. ഈ പറഞ്ഞ സിനിമകളിലൊന്നും വന്നിട്ടില്ല. പിന്നെ അതൊക്കെ ഉണ്ടാവും. പിന്നെ അത് നൈസായിട്ട് അങ്ങോട്ട് ഡീൽ ചെയ്ത് വിടാന്നേ ഉള്ളൂ. ഈ ചോലയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സനൽകുമാർ ശശിധരൻ ആ പോസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, ചോല അധിക സ്ഥലങ്ങളിലും പിന്നീട് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലൊക്കെ പിന്നെ വിലക്കപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ജോജു ജോർജ് ഈ റൈറ്റ് ദിലീപിന് വിറ്റു എന്നാണ്. നടൻ ദിലീപിന് വിറ്റു. അപ്പോൾ കയറ്റം ചെയ്തതിന് ശേഷമാണ് ദിലീപുമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുന്നത്. മഞ്ജു വാര്യരെ വെച്ച് കയറ്റം ചെയ്തതിന് ശേഷമാണ് സനൽകുമാർ ശശിധരൻ്റെ സിനിമകളെല്ലാം ഒതുക്കപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായി ആ പോസ്റ്റിൽ. അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ ആള് പറഞ്ഞിട്ടുള്ള അറിവുകൾ എനിക്കുള്ളൂ. കാരണം ചോല കഴിഞ്ഞിട്ടാണ് അത് ആ സിനിമയിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെയുള്ള അറിവുകൾ എനിക്കും ഉള്ളൂ. ആൾ ഷെയർ ചെയ്തിട്ടുള്ള അറിവുകളേ ഉള്ളൂ. അല്ലാതെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് പറയാനായിട്ട് എനിക്ക് ഡയറക്റ്റ് അങ്ങനെ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന പടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നിരന്തരം ദിലീപിനെതിരെ രൂക്ഷമായിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ ഇടാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒതുക്കിയതിന് ശേഷമാണ് ഇങ്ങനത്തെ പോസ്റ്റുകൾ വന്നിട്ട് കണ്ടത്. ഇന്നലെയും കൂടി ഓരോ പോസ്റ്റുകൾ കണ്ടു, കഴിഞ്ഞ ദിവസവും കൂടി. അതാ ചോദിച്ചത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു ബന്ധം ഉണ്ടോ നിങ്ങൾ തമ്മിലെന്ന് സനൽകുമാർ ശശിധരനുമായിട്ട്? അല്ല അങ്ങനെ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ, സനലേട്ടൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ ഡിസ്കസ് ചെയ്താലും അങ്ങനെയല്ലല്ലോ. അത് ഇപ്പോൾ എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ല, ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് സോഷ്യൽ മീഡിയ വഴി. വഴക്ക് സിനിമയിലെ ടൊവിനോ തോമസിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്ന ആ സീനിൽ ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ട്, ലോങ് ഷോട്ടാണത്, ഒരു 9 മിനിറ്റ് 10 മിനിറ്റോളം. അതെങ്ങനെയാണ് എടുത്തത്? അത് ഭയങ്കര രസമായിരുന്നു. ഞാൻ ചോലക്കകത്തും ഡ്രോൺ ഷോട്ട് എടുത്തത് എനിക്ക് സ്വന്തം ഡ്രോൺ ഉണ്ടായിരുന്നു, ഞാൻ തന്നെ എടുത്തത്. അപ്പോൾ അത് കണ്ടിട്ട് സനലേട്ടൻ ഇപ്പോൾ വഴക്കിൽ ഞങ്ങൾ 2 പേരായിരുന്നു DOP, ചന്ദ്രുവും ഞാനും. അപ്പോൾ അതിൽ
കൂടുതലും സിംഗിൾ ഷോട്ടുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. സാലേട്ടൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലേ അങ്ങനെയാണ്, കൂടുതലും സിംഗിൾ ഷോട്ടുകൾ. വഴക്ക് സിനിമ അധികം അതും ഈ പറഞ്ഞ പോലെ പുറത്ത് വന്നിട്ടുണ്ട്, അധികം കണ്ടില്ല. ഫെസ്റ്റിവലിന് മാത്രമല്ല, ഫെസ്റ്റിവലൊക്കെ നല്ല അത്യാവശ്യം അഭിപ്രായം കിട്ടിയ പടമായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സീനെന്ന് പറഞ്ഞാൽ ഒരു ഷോട്ടാണ് സിനിമയിൽ, അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഒരു സീന് കുറേ സ്റ്റിച്ചിങ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു 9-10 ദിവസം കൊണ്ടാണ് ആ പടം കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തത്. അതായത് 10 സീന് അങ്ങനെ 10 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അതിൽ അതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിൽ നിന്ന് ഭൂമിയിലേക്ക് ട്രാവൽ ചെയ്ത് വന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത്. അതേപോലെ അപ്പം ഫസ്റ്റ് തുടക്കം തന്നെ ഭയങ്കര ഹൈറ്റ് ചെയ്യുന്ന ഒരു, ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഡ്രോൺ വന്നിട്ട് ഈ അവിടെ കുറച്ച് എല്ലാം മോർണിംഗ് ആയിരുന്നു. അപ്പം മഞ്ഞിനകത്തുനിന്ന് ക്യാമറ താഴെ ഇറങ്ങി വന്നൊരു പെരുമ്പാവൂർ വലിയൊരു പാറമടയാണ്. അപ്പോൾ പാറമട നടുക്ക് വലിയൊരു ഹോൾ പോലെ ഇതുണ്ട്. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഈ ഷോട്ട് എടുത്ത് കാണിച്ചപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത്ര ലോങ്ങിൽ നിന്ന് വന്നിട്ട് അതിനകത്തോടെ കയറിയിട്ട് അതൊരു സീനായിട്ടാണ്. അത് ഭയങ്കര ടൈം എടുത്ത ഭയങ്കര സ്പീഡ് വന്നിട്ടുള്ള വളരെ ടൈം എടുത്തൊരു 8-9 മിനിറ്റ് കൊണ്ടാണ് അതിലേക്ക് വരുന്നത്, ആ ക്യാരക്ടറിലേക്ക് വരുന്നത്. അപ്പോൾ അതന്ന് ഞാൻ എടുത്ത് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രോൺ അന്ന് കുറേ ഉപയോഗിച്ച് പഴകിയതായിട്ട് അത്ര അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടും ഞാൻ കുറച്ചുകൂടി സിനിമയാണ് കുറച്ചുകൂടി ക്വാളിറ്റിയിൽ ചെയ്യാനായിട്ട് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേഷനായിട്ടുള്ള ആളുകൾ സിനിമയിൽ ചെയ്യുന്നവർ അവർ വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ ഇതുണ്ട് വരണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വിളിച്ച് വരുത്തി. എന്നിട്ട് അവിടെ ലൊക്കേഷൻ ഇപ്പോൾ ടൊവിനൊക്കെ എല്ലാവരും ഒന്ന് കാറിനകത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആൾ ഒരു കാറിൽ വരുന്ന ഒരു സീനാണ് ഫസ്റ്റ് ഇൻട്രോ. നിങ്ങൾ കണ്ടിട്ട് അറിയാം, ഒരു പാറമടയിലേക്ക് ഉള്ളിലേക്ക് ഇൻട്രോ വരുന്നതാണ്. അപ്പോൾ അതിൽ അപ്പോൾ ഇവർ വന്നിട്ട് ഒന്ന് എക്യുപ്മെൻറ്റ്സിന് നല്ല വിലയുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ ഈ ഷോട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്ക് പേടി, അത് ചെയ്യാൻ പറ്റൂല എന്ന്. ടൊവിനോക്കല്ല, ഈ ഡ്രോണുമായിട്ട് വന്ന് ഓപ്പറേറ്റർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റില്ല, റിസ്ക് ആണ്, ഞങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ ആള് വന്ന് പോയി. അപ്പം ടൊവിനോ വന്നിട്ട് റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും ഞങ്ങൾ സെറ്റ് ക്രൂ ഫുള്ള് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡ്രോണിൻ്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത ആളെ വിളിച്ച്, കോൺടാക്ട്സിലുള്ള വേറെ ആളെ വിളിച്ച് സെയിം ഡ്രോണുമായിട്ട് വന്ന് അവരും പറഞ്ഞു അത് ഭയങ്കര റിസ്ക്കാണ്, അത് എടുക്കില്ല, അത് പോയി കഴിഞ്ഞാൽ ഇതാവും, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, എന്തെന്നാലും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർ 3-4 പേര് വന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു പോയി. അപ്പോൾ നല്ലതായിട്ടും നിൻ്റെ ഡ്രോൺ നീ അന്ന് എടുത്ത് നിൻ്റെ ഡ്രോൺ എന്ത്, ഞാൻ വണ്ടി ചെയ്തു പോയി എടുത്തോണ്ട് വേണം. പുള്ളിക്കപ്പോൾ ദേഷ്യമായി, എന്നോടൊന്നല്ല, കാരണം ഉച്ചവരെയായിട്ടും ഒന്നും നടക്കുന്നില്ല. എല്ലാ ആർട്ടിസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, ഫുൾ ക്രൂ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, നടക്കുന്നില്ല, ആളുകൾ വന്നു പോകുന്നു. നീ അത് നിൻ്റെ ഡ്രോണിൽ തന്നെ എടുത്താൽ ക്വാളിറ്റി ഒന്നും കുഴപ്പമില്ല, അത് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആ സെയിം ഷോട്ട് റിപ്പീറ്റ് ചെയ്ത് വന്ന് അതിൽ ടൈമിങ് ഭയങ്കരമായിട്ട് പറഞ്ഞു. ഈ 2 കിലോമീറ്ററിനകത്ത് നിന്ന് വന്ന് ഈ ഹോളിനകത്തോടെ കയറി ആ പാറമട ഇങ്ങനെ വട്ടം കറങ്ങി വരുമ്പോൾ കറക്റ്റ് ആ ഒരു ഫ്രെയിമിൽ വരുമ്പോൾ ടോവിനെ കറക്റ്റ് വണ്ടിയായിട്ട് ആ ഫ്രെയിമിലേക്ക് എൻട്രി വരണം. അതാ ടൈമിങ് കറക്റ്റാണ്. അതുപോലെ വണ്ടി ഓടി വന്ന് നിൽക്കുന്ന ഫ്രണ്ടിലൊരു സൈൻ ബോർഡ് ഉണ്ട്. സൈൻ ബോർഡിൻ്റെ അവിടെ വന്ന് വണ്ടി നിൽക്കുമ്പോൾ ഈ ഡ്രോൺ കറങ്ങി വന്ന് കറക്റ്റാണ് നിൽക്കുന്ന ടൈമിൽ സൈൻ ബോർഡിൻ്റെ പുറകെ കൂടെ വന്ന് മാസ്ക് കാണും അടുത്ത ഷോട്ടിലോട്ട് കട്ടാകാനായിട്ട്. അത്ര ടൈമിങ് കറക്റ്റായി വരണം, സമയവും ടൈമിങ്ങും ബാക്കി ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ്. ഡ്രോണ് കറക്റ്റ് നമ്മൾ റിസ്ക്കാണ്. അതിനിടയ്ക്ക് എന്തെങ്കിലും ചെറിയ ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത്ര ലെങ്തി ആണല്ലോ. അപ്പോൾ എൻഡിൽ വല്ലതും വന്നിട്ട് ചെറിയ ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ടേ എടുക്കണം, റിപ്പീറ്റ് ചെയ്യണം. അത് പിന്നെ അവിടുന്ന് വന്നിട്ട് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു 3-4 ടേക്ക് എടുത്താൽ ഇപ്പോൾ എൻ്റെ ഡ്രോൺ ഇടയ്ക്ക് ക്രാഷായി. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് വരും. അപ്പം ഞാനൊരു 3-4 പേരെ വിളിച്ച് അറേഞ്ച് ചെയ്ത്, അപ്പം ഈ പാറമടയ്ക്ക് ഉള്ളിലോട്ടുള്ള എൻട്രിയുടെ അവിടെ ഒരു 4 പേരെ ഡ്രോണുമായിട്ട് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ആളുടെ എടുത്തിട്ട് ഇതുപോലെ ഷോട്ട് എടുത്ത് വന്നപ്പോഴത്തേക്കിനെ ചന്ദ്രുവിന് പെട്ടെന്ന് ഡൗട്ട്, അത് ഒരു പാറയുടെ അടുത്തോടെ വേണം പോകാനായിട്ട്, തട്ടുമായിരിക്കുന്നു വെച്ച് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ തട്ടത്തില്ല, അത് പാസ് ചെയ്ത് പോയേനെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നാൽ അതൊന്നുകൂടെ റീടേക്ക് എടുക്കാന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് അത് ഡ്രോണിൽ നോക്കാതെ പെട്ടെന്ന് അത് ബാക്ക് വലിച്ചപ്പോൾ അത് തട്ടി താഴെ പോയി, ഡ്രോൺ ക്രാഷായി. ഒന്ന് ആളോട് ചേട്ടാ പേടിക്കേണ്ട, നന്നാക്കി തന്നോളാം എന്നൊക്കെ പറഞ്ഞ് ആൾക്ക് പോയി ഞെട്ടി കൊടുത്ത് പറഞ്ഞു വിട്ട് അടുത്ത ആളെ വിളിച്ച് അതിനിടയ്ക്ക് എൻ്റെ ഡ്രോൺ എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് പോകുന്ന, അതും ക്രാഷായി. അതിന് അടുത്ത ഡ്രോൺ വന്ന് അപ്പം അന്നത്തെ ദിവസം പിന്നെ ലൈറ്റ് പോയി, നടന്നില്ല. അതിന് പിറ്റേ ദിവസം പിന്നെ സിങ് സൗണ്ടാണ്, അപ്പോൾ സൗണ്ടിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു.
പിറ്റേ ദിവസം രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും വന്ന് സെറ്റ്. അപ്പോൾ നമുക്ക് വിറയ്ക്കും, കാരണം ഡ്രോൺ കൂടി ഓപ്പറേറ്റ് ഒന്ന് ഇതെല്ലാം കൂടി നോക്കണല്ലോ. ഡ്രോൺ ക്രാഷ് ആകാതെ നോക്കണം, പാറമടേൻ്റെ ഉള്ളിലൂടെ ഷെയ്ക്ക് വരാണ്ട് നോക്കണം, പിന്നെ ആ ഷോട്ട് കിട്ടണം, ടൈമിങ്, വണ്ടിയുടെ ടൈമിങ്, അത് വന്നിട്ട് മാസ്ക് ആണ് ഏറ്റവും പ്രശ്നം. കാരണം അടുത്ത ഷോട്ടിലേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള. അപ്പോൾ പ്രോപ്പറായിട്ട് ഡ്രോൺ വന്ന ചെറിയ ബോർഡാണ്, ആ ബോർഡിൻ്റെ തൊട്ടടുത്തോടെ മാസ്കാണ്. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഡ്രോണിനകത്ത് വരാത്ത പോലെ നിൽക്കണം. പിന്നെ നമുക്ക് ഇവിടുന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, അത് കറക്റ്റ് ആ ഡ്രോൺ വന്ന് പാസ് ചെയ്യുന്നത് ഈ ബോർഡിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ബാക്കിൽ കൂടെയാണെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അത് തട്ടും. അങ്ങനെ കുറേ സാധനങ്ങൾ ഒരേ ടൈമിൽ തലയിൽ കൂടെ പോകണം. അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ വിറയ്ക്കും. അത് പിറ്റേ ദിവസം രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ നല്ല ലൈറ്റൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ടേക്കിൽ സംഭവം ഓക്കെ ആയി. വിറച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ടേക്കിലൊക്കെ ഭയങ്കര ഭയങ്കര ഹാപ്പി. അത് ഒരു ദിവസം ഫുള്ള് മെനക്കെട്ടിട്ട് ചെയ്തതാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു അത്. എല്ലാവർക്കും ഡയറക്ടർ പുള്ളി ആൾക്കാരുടെ ഷോട്ട് വേണം. അത് ഞാൻ അന്ന് ലൊക്കേഷൻ കാണാൻ വന്നപ്പോൾ എടുത്ത് കൊടുത്താൽ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട്, അത് വേണം. അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ്റെ അടുത്ത് വന്ന് ഇന്നലെയാണ് ഷോട്ട് എടുത്ത് കൊടുക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്ത് റിസ്ക് എടുത്തത്. പക്ഷെ അതിന് ചിലപ്പോൾ ക്രാഷ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ചിലവ് പിന്നെ അവർ ഓക്കെ പറഞ്ഞിട്ടാണ്. എല്ലാം എനിക്ക് അത്രയും കൂടി ചെയ്യാൻ പറ്റൂല. അത് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്. എങ്ങനെ ദൈവവിശ്വാസിയൊക്കെയാണ് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയത്? അത്രയൊന്നുമില്ല, എന്നാലും നമ്മള് വിശ്വസിക്കണം. സ്വന്തം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുന്നിൽ ഒന്ന് പതറുന്ന മുമ്പ് നമ്മൾ ആരെങ്കിലും വിളിക്കുമല്ലോ. അതൊന്നുമില്ല, എടുക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്നാലും അവരപ്പോ എന്താ പറഞ്ഞ, ടൊവിനോയൊക്കെ എന്താ പറഞ്ഞ ആ ഷോട്ട് അങ്ങനെ ചെയ്തപ്പോ? അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളൊക്കെ ഭയങ്കര, കാരണം അതിപ്പം ശരിക്കും അത് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ഡ്രോൺ ഓപ്പറേറ്റർക്ക് അത് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അതെ അതെ. പിന്നെ അത് ചുമ്മാ ഒരു ഷോട്ട് എടുത്താൽ മതി, കുഴപ്പമില്ല. ഇതിനകത്ത് സിനിമയിൽ ആ പ്ലേ വർക്കാവണം, ടൈമിങ് സാധനങ്ങളെല്ലാം വർക്കാവണം. പിന്നെ റിസ്ക് ആണ്, കാറ്റടിച്ച് പോലും ഷെയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും റിപ്പീറ്റ് വരണം ഈ ഡ്രോൺ. പിന്നെ ആ ഒരു പാറമ്പഴ ഒരു തുളയ്ക്കകത്തോടെ കയറിയിട്ടാണ് ഇപ്പുറത്ത് വരുന്നത്, ഹോളിനകത്തോടെ ഇപ്പുറത്ത് ഡ്രോൺ ഇപ്പുറത്ത് എത്തിക്കണം. അപ്പം അതിനടി വെള്ളം ഉള്ളിടത്ത് മറ്റേ റിഫ്ലക്ഷനൊക്കെ വന്നിട്ട് ഇതിൻ്റെ GPS-നൊക്കെ വ്യത്യാസം വന്നിട്ട് അവിടെ ഷെയ്ക്ക് വരാം, കൺട്രോള് പോകാം. ഇതിനകത്തോടെ കയറി ഇപ്പുറത്ത് കട്ടാകുന്ന ടൈമിൽ ഒരു 2 സെക്കൻഡൊക്കെ കൺട്രോള് കട്ട്, ആ ടൈമിലാണെങ്കിലും ഷെയ്ക്ക് വരാം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പണിപ്പെട്ടിട്ട് അതെടുത്തത്. അതുപോലെ ആ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരുപാട് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ആ സിനിമയിൽ ടൊവി അതിലൊരു സീനാണ് മറ്റേ കനി സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു അത് ഇതുപോലെ താഴ്പ്പ് വഴക്കുണ്ടാക്കിയിട്ട് മേളിൽ വന്നിട്ട് ടൊവിനെ ഫ്രെയിമിൽ നിന്ന് എടുത്തുകൊണ്ട് ഫ്രെയിമിൽ നിന്ന് ഡ്രോൺ പൊങ്ങിപ്പോയിട്ടൊരു കാടിനകത്തോടെ കാടിൻ്റെ ഒരു എക്സ്റ്റീരിയർ വൈഡ് കാണിച്ചു വന്ന് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ ഇറങ്ങണം, ഡ്രോൺ ഇറങ്ങണം. അപ്പോൾ അവിടെ നിന്നൊരു ജീപ്പ് വരുന്നുണ്ട്. അതിൽ എനിക്കൊരു ജീപ്പുണ്ട്, ആ ജീപ്പാണ് അതിനകത്ത് ക്യാരക്ടർ. അപ്പോൾ ആ ജീപ്പ് കറക്റ്റ് ആകെ കുറച്ച് ഗ്യാപ്പുള്ളൂ, ഡ്രോൺ താഴെ അങ്ങനെ ചെറിയൊരു ഗ്യാപ്പുള്ളൂ, മരങ്ങളില്ലാത്ത. കറക്റ്റ് ആ ഗ്യാപ്പിലൂടെ ഡ്രോൺ ഇറങ്ങുന്ന ടൈമിങ്ങിൽ അവിടെ ഈ ടൈമിങ് കറക്റ്റാണ്, ജീപ്പ് വരണം. ഓഫ് റോഡാണ് വഴി, ടാറിട്ട വഴിയല്ല. അപ്പോൾ ജീപ്പ് വരുമ്പോഴത്തേക്കിന് കറക്റ്റ് ആ ടൈമിങ്ങിൽ വണ്ടി വന്ന് വണ്ടീനെ ഫോളോ ചെയ്ത് വന്ന് അതിൻ്റെ റൂഫിൽ നിന്ന് ക്യാമറ ഉള്ളിലോട്ട് ഇറങ്ങുന്നതായിട്ടാണ് ഷോട്ട്. സ്റ്റിച്ച് ചെയ്യണം, അവിടെ അത്ര ക്ലോസ് ആയിട്ട് വരണം. വണ്ടിയുടെ മൂവ്മെൻറ്റ്, ഡ്രോണിൻ്റെ സ്പീഡ്, അതുപോലെ ടൊവിയുടെ ആ ക്യാരക്ടറെ ആക്ടിവിറ്റി അവിടെ കഴിഞ്ഞിട്ട് അവിടുന്ന് വേണം ഇതെടുത്തുകൊണ്ട് വന്നിട്ട് വൈഡ് വന്നിട്ട് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഈ ഹോളിനകത്തോടെ ഇറങ്ങി വരണം, അവിടെ ഇറങ്ങി വരണം. അപ്പം എനിക്ക് ജീപ്പ് താഴെ കൂടെ വരുന്ന അറിയത്തില്ല, സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. അപ്പോൾ കുറേ പേര് അവിടെ നിന്നിട്ട് വോക്കി കൂടെ ഒക്കെ പറഞ്ഞിട്ട് താത്തോ അത് ഇത് പറയുന്നതല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് വിഷ്വൽ കാണത്തില്ല, ജീപ്പ് ഫോളോ ചെയ്യാനോ ഒന്നും കാണത്തില്ല. കറക്റ്റ് ആ ഹോളിൽ ഇറങ്ങുമ്പോഴത്തേന് കറക്റ്റ് ടൈമിൽ ഈ സാധനം വരണം. അത് കുറച്ച് അതും ഇതുപോലെ തന്നെ ടേക്ക് എടുത്ത് അവിടെയും ഇതുപോലെ ക്രാഷ് ആകാനുള്ള 1-2 പ്രാവശ്യം. പക്ഷെ അന്ന് കാരണം ഡ്രോൺ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അതൊന്നും തന്നെ ചെയ്തോ. അതൊന്നും തന്നെ ചെയ്ത് അതിനകത്തൊക്കെ ഒന്ന് ആർട്ടിസ്റ്റ് ഇത് നമ്മൾ ഷോട്ട് മാത്രമല്ല റിപ്പീറ്റ് പോകുന്നത്, ആർട്ടിസ്റ്റിൻ്റെ സൈഡും കൂടി റിപ്പീറ്റ് ഇത് വീണ്ടും റീടേക്ക് പോവല്ലേ, അവരെയും ബുദ്ധിമുട്ടിക്കണം. പിന്നെ ഈ സാധനം നമ്മുടെ കൈ നിൽക്കുന്ന സാധനം അല്ല ഡ്രോൺ, നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ എടുക്കുക എന്നുള്ള അതിനകത്ത് കുറേ ഇപ്പം പിന്നെ കുറേ അഡ്വാൻറ്റേജ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അത് ഭയങ്കര റിസ്ക് ആയിരുന്നു. ടൊവിയൊക്കെ ഭയങ്കര സപ്പോർട്ടായി നിന്നു. ആള് ഭയങ്കര കൂളാണ്. ഷൂട്ടിന്റെ സമയത്തൊക്കെ ഭയങ്കര എന്ത് റിസ്ക് എടുക്കും പുള്ളി, ഭയങ്കര കൂളാണ്. പുള്ളി നല്ല എഫേർട്ട് എടുക്കും, ക്യാരക്ടറിന് വേണ്ടി നല്ല എഫേർട്ട് എടുക്കുന്ന, കുഴപ്പമില്ല.
വേറെ ആയാലും ചിലപ്പോൾ എന്ന് വെച്ചാൽ ഏത് സിനിമയിലായിരുന്നു പൊള്ളലൊക്കെ ഏറ്റിട്ടുള്ളത് ടോവി ഷൂട്ട് ചെയ്യുമ്പോൾ? ഒരു സിനിമയിൽ ഇതിലും ഭയങ്കര റിസ്ക് ആയിട്ടൊരു ഷോട്ട് ഉണ്ടായിരുന്നു. ഇത് സീനുണ്ടായിരുന്നു, മറ്റേ ഈ ടോവിയുടെ കാല്, ടോവിയുടെ അതിനകത്ത് ഉപയോഗിക്കുന്നൊരു വണ്ടി ഒരു ടാറ്റയുടെ ഒരു പഴയൊരു കാറാണ്. അതിലൊരു കാല് കെട്ടിയിട്ട് മറ്റേ കാല് ഈ നേറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന അവർ വരുന്ന എൻ്റെ ജീപ്പിൽ ഒരു കാല് മറ്റേ വണ്ടിയിലും ഒരു കാല് ഇപ്പുറത്തെ ജീപ്പിലും കെട്ടിയിട്ട് വലിക്കുന്നൊരു സീനുണ്ട്. ആ ശരിക്കും ഒറിജിനലായിട്ട് തന്നെ കെട്ടിയിട്ട് വലിച്ച്. അപ്പോൾ ഞാൻ ആ മറ്റേ ഒരു വണ്ടിയുടെ അകത്ത് ഡിക്കിയിൽ ഞാനും സല്ലേട്ടനും കയറി ഇരിപ്പുണ്ട്. ബാക്കിയുള്ള കാരണം അതും ഈ പറഞ്ഞ ലോങ് ഷോട്ടാണ്, 360 കറങ്ങുന്നുണ്ട് ക്യാമറ. അപ്പോൾ എവിടെയും നിൽക്കാൻ പറ്റത്തില്ല. സിങ് സൗണ്ട് ചെയ്യുന്ന ആളൊക്കെ മരത്തിൻ്റെ മേളിൽ, ബാക്കിയുള്ളവർക്ക് കാടിനകത്തൊക്കെ ഒളിച്ച് നിന്നിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നത്. അതും ലെങ്തി ഷോട്ട് തന്നെയാണ്. അതിതുപോലെ ലെങ്തിയാണ്. ആ സീൻ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അത്ര റിസ്ക് ഇല്ല. ഇത് ആ വണ്ടി അവിടുന്ന് വന്ന് നിർത്തി അവരുടെ ആക്ടിവിറ്റി സാധനങ്ങൾ, വണ്ടി ഗ്ലാസ് പൊട്ടിക്കുന്നുണ്ട്, അതെല്ലാം കണ്ട് കഴിഞ്ഞ് ഒരു 3-4 മിനിറ്റുള്ള സീൻ. അതും കഴിഞ്ഞ് ടോവി ആ സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു ഫൈറ്റ്, ഉരുട്ടിപ്പിടുത്ത ഫൈറ്റ്, അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കാല് മറ്റേ വണ്ടി കെട്ടുന്നു, ഒരു കാല് ജീപ്പ് കെട്ടുന്നു, വലിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ടോവിനെ പേടിപ്പിക്കുന്ന അങ്ങനെ ഒരു സീൻ. അത് വലിയൊരു ലെങ്തി സാധനമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇത് പോകണം, റീടേക്ക് എടുക്കണം. ഒരു ദിവസം ഒരു സീനൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, അത്ര എഫേർട്ട് എടുക്കണം. അപ്പോൾ അതിൽ ഈ ഭയങ്കര റിസ്ക് ഉള്ള സാധനമായിരുന്നു ടോവി ഇത് കാലെ കെട്ടിയിട്ടുള്ള. ശരിക്കും ടോവി തന്നെ ഡ്യൂപ്പ് ഇടാൻ പറ്റത്തില്ല, കാരണം നമ്മൾ കട്ട് ഷോട്ടല്ല പോകുന്നത്, സിംഗിൾ ഇത് ഷോട്ടിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ കാല് കെട്ടിയിട്ട് വണ്ടി കെട്ടിയിട്ട് വലിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് ലെങ്ത് നോക്കിയിട്ട് വണ്ടി പുറകോട്ട് അധികം പോകാതെ ഇരിക്കാനായിട്ട് ഊട് വെക്കും. എന്നിട്ട് ഈ കല്ല് വെച്ച്, ടയറിൻ്റെ അവിടെ കല്ല് വെച്ചിട്ട് അത് ഹൈഡ് ചെയ്ത് കല്ല് വെച്ച് അത് തട്ടി നിർത്തണം, റിവേഴ്സ് എടുത്തിട്ട്. എന്നിട്ട് അതിൽ ഈ കാല് കെട്ടി വലിക്കുന്ന നെഗറ്റീവ് റോൾ ചെയ്യുന്ന സുദേവാണ്, സുദേവ് ആള്. അപ്പം ആൾക്കാണെങ്കിലും ജീപ്പ് ഓടിച്ച് അത്ര എക്സ്പെൻസീവ് ആളാണ്. അപ്പം നമ്മൾ ആ സ്റ്റോപ്പർ വെച്ചേക്കുന്നതിൻ്റെ കുറച്ച് ബാക്കിലോട്ട് പോയാൽ ശരിക്കും 2 കാലും വലിച്ച് കെട്ടി നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റൂല. ജീപ്പാണ്, വലിഞ്ഞു കഴിഞ്ഞാൽ 2 മനസ്സിലായോ? നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കും അത് ഒരു ടേക്ക് എടുത്ത് സെറ്റായില്ല. അടുത്തത് ഇതുപോലെ ജീപ്പ് അളവെല്ലാം എടുത്തിട്ട് കറക്റ്റ് കൊണ്ടേ ഇട്ടു, ഊട് വെച്ച് കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിപ്പോയായിരുന്നു. അപ്പം മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഈ കാല് കെട്ടിയിട്ട് വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴത്തേക്കിനും കുറച്ച് വലിക്കുന്നുണ്ട്, കാലെ പിടിച്ച് വലിക്കുമ്പോഴത്തേനും വണ്ടി കുറേ കൂടി നമുക്ക് അളവറിയാമല്ലോ, അവിടുന്ന് വീണ്ടും പുറകോട്ട് പോകുന്നു. അപ്പോൾ ഈ ജീപ്പ് കിടക്കുന്നത് ലോ ഗിയറിലാണ് കിടക്കുന്നത്, ഒരു 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. അതങ്ങനെ ഇങ്ങനെയൊന്നും പിടിച്ചാൽ നിൽക്കില്ല ആ ഗിയറിൽ കടന്നു കഴിഞ്ഞാൽ. റിവേഴ്സ് പോന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫാകാതെ അത് ഇപ്പം എവിടെ വേണമെങ്കിലും ഇടിച്ച് കയറി, അത്ര പവർഫുൾ ഗിയറാണ്. ഈ സാധനം ഊട് വെച്ച് കുറച്ച് പുറകോട്ട് മാറിപ്പോയായിരുന്നു. ഞാൻ അത് കയറി ഇറങ്ങി പോയെന്ന് ഓർത്തെ. കുറേ കൂടി കാല് കഴിഞ്ഞപ്പോൾ ശരിക്കും എൻ്റെ കിളി പോയി. വേറെ ആർക്കും അത് മനസ്സിലായില്ല, എനിക്ക് മാത്രമേ മനസ്സിലായത് അത് കുറേ കൂടി വലിഞ്ഞെന്ന്. പക്ഷെ ആൾക്ക് വേറെ ഹാംഫുള്ളൊന്നും ആയില്ല. പക്ഷേ കുറച്ചാണേലും ബാക്കിലോട്ട് നമ്മൾ പ്രതീക്ഷയെക്കാളും കൂടുതൽ വന്നപ്പോഴത്തേക്കിനും എൻ്റെ വണ്ടിയാണ്, ഞാനാണ് അത് അളവല്ല സെറ്റ് ചെയ്തുകൊണ്ട് ഇട്ടത്. അത് ഭയങ്കര എൻ്റെ ഇപ്പോഴും മനസ്സിൽ ഭയങ്കര അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് സല്ലേട്ടോട് പറയുന്നത്, സല്ലേട്ട ഇങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ കിളി പോയായിരുന്നു. പക്ഷെ അവർക്കൊന്നും അത് കണ്ടപ്പോൾ അതിനകത്ത് സീനായിട്ട് അങ്ങ് പോയി. അത് അവർക്കാർക്കും മനസ്സിലായില്ല. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ മാത്രം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങനെ അഴിച്ചുവിടാൻ ശരിക്കും കാലിൽ കെട്ടുന്നുണ്ട്. ഇൻ കേസ് അത് വലിഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് അഴിച്ചുവിടാനോ സെക്കൻഡ് മതിയല്ലോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് അത്രയും റിസ്ക് എടുക്കുന്ന ഒരാളാണ് ടോവിനോ തോമസ്. കളയല ഞാൻ നേരത്തെ പറഞ്ഞ കള സിനിമയിൽ ഇങ്ങനെ പൊള്ളിയത് തീയില്, അതിലൊരുപാട് പുള്ളി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ എഫേർട്ട് എടുക്കുന്ന ഒരു നടനാണ്. ഇനിയൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. വേറെ എന്തൊക്കെയാണ് ഇനിയുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ? സിനിമ തന്നെയാണ് സ്വപ്നം, ആഗ്രഹമല്ല സിനിമ തന്നെയാണ്. ഇപ്പം എൻ്റെ ഇപ്പം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമ അത് സിനിമയായിട്ട് ഓണാക്കണം എന്നുണ്ട്. അതാണ് മെയിനായിട്ട് ഇപ്പോൾ അതിൻ്റെ പുറകെയാണ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് നല്ല അവസരങ്ങൾ സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ചെയ്യും. അങ്ങനെ തേടി വരുന്നുണ്ടോ? തേടി വരുന്നില്ല, തേടി നമ്മൾ പോകണം. ശ്രമിക്കാറുണ്ട്. എന്നുവെച്ചാൽ സിനിമയിൽ ഇപ്പം ഒരുപാട് പൊളിറ്റിക്സുകൾ ഉണ്ടല്ലോ, ഗ്യാങ് പൊളിറ്റിക്സ് ഒക്കെ.
മട്ടാഞ്ചേരി ലോബി, അങ്ങനെ ട്രിവാൻഡ്രം ലോബി എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിൻ്റെ ഇടയിൽ പെടാതെ നമ്മൾ തന്നെ അങ്ങ് പോകണം. ലോബി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം കോണ്ടാക്ട്സ് ഇല്ല എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിൽ കോണ്ടാക്ട്സ് ഇല്ലാത്തൊരു വലിയ പ്രശ്നം തന്നെയാണ്. അന്വേഷിക്കൂ കണ്ടെത്തൂ എന്നല്ലേ? ഇനി അന്വേഷിക്കണം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നമുക്ക് ഒരുപാട് സിനിമകൾ ഇനിയും കാണണം എന്ന് ആഗ്രഹമുണ്ട്. ആ ക്യാമറയുടെ ആ ഒരു മാസ്മരികതയൊക്കെ ഇനിയും സംഭവിക്കട്ടെ. അപ്പോൾ എല്ലാവരും ചോല ഒന്നുകൂടി കാണുക. ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അറിയാൻ അജിത് ആചാര്യ ആരാണെന്ന് കൂടുതൽ ആളുകൾ ഒന്നുകൂടി അറിയട്ടെ അല്ലേ? അതെ. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു.